മീക്കൊല്ല് ശാഖ റബ്ബർ തോട്ടം സംഘ യുദ്ധ മൂവ്മെന്റ് ഒക്കെ ദയവായി എല്ലാവരും ഗുരുദേവ മന്ദിരത്തിലേക്ക് എത്തിച്ചേരുക. ഗുരുദേവ സന്ദേശം നൽകുന്നതിനായി നമ്മുടെ ശാഖയിൽ എത്തിച്ചേർന്ന പാറശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഊരം വിജയൻ അവർകളെയും വിവിധ ശാഖകളുടെ യൂണിയൻ നേതാക്കളെയും ശാഖ സവിനയം ഈ നമ്മുടെ ശാഖയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാറശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഊരം വിജയൻ അവരുടെ ആദരവോടെ ക്ഷണിച്ചു തന്നു. എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ ഒത്തിരി നേരം നമ്മളെ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. അതിനാദ്യമേ നിങ്ങളുടെ സോറി പറയുകയാണ്. കാരണം ഇന്ന് 22 ശാഖകളിൽ പോയി. അപ്പോൾ ഇനിയും ഉണ്ട് 5 ശാഖ. അപ്പോൾ അതിലേക്ക് പോകാതിരുന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് പോകണം. അതുകൊണ്ട് എല്ലാ ശാഖകളിലും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ലേറ്റ്. നമ്പർ 685 നമ്പർ മേക്കൊല്ല ശാഖ. അതിൻ്റെ പ്രസിഡന്റ് ശ്രീ പുഷ്പാങ്കദൻ, സെക്രട്ടറി അഭിലാഷ്. ഇന്ന് ഇതിലേക്ക് വേണ്ടി ഈ ചതയദിന ആഘോഷം സമൃദ്ധിയായി നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ശ്രീനാരായണീയ ഭക്തരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശ്രീനാരായണീയരെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി എല്ലാവർക്കും അറിയാമെങ്കിലും ലോകം മുഴുവനും ആരാധിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളെയും നാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളെയും. എന്താ കാര്യം? 1885 അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലത്ത് വയൽവാരം വീട്ടിൽ ജനിച്ചത്. അപ്പൊ അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുത സിദ്ധിയോടുകൂടി ഉള്ള ഒരു കുഞ്ഞായിരുന്നു. അത് അവിടെ ജനിച്ച അന്ന് മുതലുള്ള പ്രവർത്തനം നാട്ടുകാർക്കെല്ലാം കണ്ടപ്പോൾ ഇതെന്തോ ഒരു ദൈവിക ശക്തി ഉള്ള ഒരു കുഞ്ഞാണ് എന്നുള്ള അവിടെ സംസാര വിഷയമായി. അതിനുശേഷം അദ്ദേഹം മരുത്തുവ മലയിലേക്ക് സന്യാസം സ്വീകരിക്കാൻ പോയി. സന്യാസം സ്വീകരിച്ചുകൊണ്ട് 33-ാമത്തെ വയസ്സിൽ ഇവിടെ അരുവിപ്പുറത്ത് വന്നപ്പോ നമുക്ക് പിന്നോക്ക സമുദായക്കാരായ ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ല. അപ്പോൾ അതിന് നമ്മുടെ ആളുകൾക്കും ക്ഷേത്രപ്രവേശനം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അരുവിപ്പുറത്ത് ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു കല്ല്, വടിവത്ത ഒരു കല്ല്, അത് ശിവ അതിനെ എടുത്തുകൊണ്ട് വടിവത്ത ഒരു ശ്രീ ഗുരുവിന്റെ കൈകളാൽ അരുവിപ്പുറത്ത് നേരത്തെ പ്രതിഷ്ഠിച്ച് പാദപീഠം ഉണ്ടാക്കിയിരുന്ന അതിൽ പ്രതിഷ്ഠിച്ചിട്ട്
ജാതി അവിടെ എഴുതി വെച്ചു, കൊത്തിവെച്ചു, ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചു. അപ്പോൾ അന്നത്തെ അവിടുത്തെ പ്രമാണിമാർ, നിങ്ങൾ ആരാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾക്ക് അതിന്റെ അവകാശമെന്ന്? ഞങ്ങളുടെ ശിവനെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു, അത് നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രതിഷ്ഠിച്ചു. അന്ന് മുതൽ എല്ലാ ആളുകൾക്കും ജാതിഭേദം മതദ്വേഷം ഒരുത്തർക്കും വ്യത്യാസമില്ലാതെ ആ ക്ഷേത്ര പ്രവേശനം ലഭിക്കുകയും അതോടൊപ്പം എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയായിരിക്കും നമ്മുടെ ആളുകൾക്ക് എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഉള്ള ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓണം, നല്ലൊരു ഓണം എല്ലാവരും ആഘോഷിച്ചു. ഇനി ഓണം തീർന്നിട്ടില്ല. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ, കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ചതയദിനം ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ലോകം മുഴുവൻ ആരാധിക്കുന്ന ഗുരുദേവന്റെ എല്ലാവർക്കും നാൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി. കുഞ്ഞുനാൾ മുതൽ ഡോക്ടറാകണം എന്ന അഭിലാഷം നെഞ്ചിലേറ്റി അതിനുവേണ്ടി കഠിനാധ്വാനിച്ചിട്ട് ഗംഭീര വിജയം കരസ്ഥമാക്കിയ നമുക്കേവർക്കും പ്രിയങ്കരിയും നമുക്കേറെ അഭിമാനകരമായ നേട്ടവും കൈവരിച്ചു തന്ന നമ്മുടെ ഗോപികയ്ക്ക് ഒരു വലിയൊരു കയ്യോടുകൂടി നമുക്കിവിടെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഗോപിക MBBS. എല്ലാവരും നിറഞ്ഞ കൈയടിയോട് കൊടുക്കുക. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ ആര്യ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അക്ഷയ MS വേദിയിലേക്ക് കൈയടിക്കുക. ധനുവച്ചപുരം ശാഖ. കൊല്ലകോണം ശാഖ. കൊല്ലമാണ് ശാഖയാണ് കേട്ടോ. ഇവിടെ തമ്മയാണിത് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഊരം ജയൻ അവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. കൊല്ലകോണം ശാഖയാണ്. സ്പീഡപ്പ്